സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് ലഡാക്കിലുണ്ടായ പ്രതിഷേധത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. ലഡാക്കിലുണ്ടായ പ്രതിഷേധത്തെ നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായ പ്രതിഷേധങ്ങളുമായി ചിലർ താരതമ്യപ്പെടുത്തി. ഇത് ഗൂഢാലോചന തെളിയിക്കുന്നതാണെന്ന് ഗവർണർ കവീന്ദർ ഗുപ്ത പറഞ്ഞു. പ്രക്ഷോഭത്തിൽ 4 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ പ്രക്ഷോഭം അത് സോനം വാങ്ചുക്കിന്റെ പല പ്രസംഗങ്ങളും അയാളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന് കാരണമായി. മാത്രമല്ല, ഇത് തികച്ചും ആസൂത്രിതമാണെന്ന ഒരു ആരോപണം കൂടി വരുന്നുണ്ടല്ലോ. ഇതിൽ പരിക്കേറ്റവരുടെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വിവരങ്ങൾ കൂടി എന്താണ്? ക്രിസ്റ്റീന, റീജിത്ത്, ഇന്ന് ഈ വലിയ നിരീക്ഷണത്തിലാണ് ഈ ലഡാക്ക് ഉള്ളത്. പക്ഷേ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നലെ വൈകിട്ടോടെ തന്നെ അവിടുത്തെ സുരക്ഷാ സേന അവിടുത്തെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അക്രമ സംഭവങ്ങളൊക്കെ ഒരു പരിധിവരെ കെട്ടടങ്ങിയിരുന്നു. ഇന്നലെ വലിയ ആക്രമണമാണ് ഇന്നലെ രാവിലെ മുതൽ പല ഭാഗത്തും ഉണ്ടായത്. അവിടെ അതിന്റെ തുടർന്ന് ഏതാണ്ട് 30-ലധികം CRPF ഉദ്യോഗസ്ഥരൊക്കെ പരിക്കേറ്റു. എന്നാൽ ഈ സംഘം അക്രമാസക്തരായതോടെയാണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത്. അതിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നത് പോലെ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതിൽ പ്രധാന പങ്ക് ഈ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചുക്കിന് തന്നെയാണ്. കാരണം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ അത് ഈ ജനക്കൂട്ടത്തെ വഴിതെറ്റിക്കാനിടയായി. ജനക്കൂട്ടം ഈ അറബ് വസന്തം, ഒപ്പം തന്നെ നേപ്പാളിലെ പ്രക്ഷോഭം പോലുള്ള സംഭവങ്ങളൊക്കെ ഈ പ്രസംഗങ്ങളിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ജനക്കൂട്ടം വഴിതെറ്റി അക്രമാസക്തരായത്. മാത്രമല്ല, ഈ വലിയ കലാപം ഉണ്ടായ സമയത്ത്, പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് ഈ സോനം വാങ്ചുക്ക് അത് നിയന്ത്രിക്കാൻ ഇടപെടാതെ അവിടെ നിന്ന് ഈ നിരാഹാര സമരം അവസാനിപ്പിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ ഏതാണ്ട് ശാന്തമാണ്. പക്ഷെ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ്. ഇവർ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.